ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് പ്രേക്ഷകർക്ക് അറിയാം എന്താണെന്നുള്ളത്. അത് പി.വി. അൻവറുമായുള്ള ഒരു എന്താ പറയുന്ന വാക്പോര് അത് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി നടത്തുന്നത് നമ്മൾ കണ്ടു. പല കോണുകളിൽ നിന്ന് CPM-ന്റെ തന്നെ നേതാക്കൾ ഇന്ന് പ്രതികരണം രാവിലെ മുതൽ നടത്തുകയുണ്ടായി. എന്തായാലും പി.വി. അൻവറുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുകയാണ് CPIM. അൻവറിന്റെ ദുഷ്പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും തുറന്നു കാട്ടാനും അണികളോട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു. CPIM-നെ കുറിച്ച് പി.വി. അൻവറിന് ഒന്നും അറിയില്ലെന്നും വലതുപക്ഷത്തിന്റെ കോടാലിയാണെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. ഇനി തീപ്പന്തം പോലെ കത്തുമെന്നും ജനമൊപ്പമുണ്ടെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും പി.വി. അൻവർ വ്യക്തമാക്കി. അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. പി.വി. അൻവറുമായി ഇനി CPIM-ന് ബന്ധമില്ല. സർക്കാരിനെയും പാർട്ടിയെയും പിടിച്ചുലച്ച ആരോപണ പരമ്പരകൾക്കൊടുവിലാണ് പി.വി. അൻവർ പാർട്ടിയുടെ പടിക്ക് പുറത്തായത്. അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ CPIM അണികൾക്കുള്ള ആശയക്കുഴപ്പം പരിഹരിക്കാനുള്ള നീക്കം കൂടിയായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നിൽ. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. CPIM-ന്റെ രീതിയും നയവും സംഘടനാ സംവിധാനവും അറിയാത്ത ആളെന്നാണ് പി.വി. അൻവറിനെ MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. അൻവറിന് ഇടതു പാരമ്പര്യമില്ലെന്നും തുറന്നടിച്ചു. പാർലമെന്ററി പാർട്ടിയിലെ സ്വതന്ത്ര അംഗമായ അൻവർ അല്പത്വമാണ് കാണിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് കുറ്റപ്പെടുത്തി. ഇടതുബന്ധം അവസാനിച്ചതോടെ പി.വി. അൻവറും അടുത്ത നീക്കങ്ങളെക്കുറിച്ച് സൂചന നൽകി. എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാൾ ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്റെ പരിമിതിയിൽ നിന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും. നിയമം ജനങ്ങൾക്കുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും. ഇടതു സഹകരണത്തിന്റെ സാധ്യത പി.വി. അൻവറിന് മുന്നിൽ പൂർണ്ണമായും അടഞ്ഞു. ഇനിയുള്ള നീക്കങ്ങളും പി.വി. അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. 24 ഡൽഹി, മലപ്പുറം. അപ്പോൾ പതിവില്ലാത്ത കുറെ കാഴ്ചകൾ കണ്ട ദിവസമാണ്. അൻവറിന്റെ ആരോപണങ്ങൾ പതിവില്ലാത്തതായിരുന്നു, അല്ലെ CPM പ്രതീക്ഷിച്ചല്ല. അത്തരത്തിലുള്ള കടന്നാക്രമണമായിരുന്നു. അതിന് ആ കടന്നാക്രമണങ്ങൾക്ക് 24 മണിക്കൂർ തികയും മുമ്പ് നേരിട്ടുള്ള മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുകയും ചെയ്തു. പിണറായി വിജയൻ അങ്ങനെ എവിടെയെങ്കിലും നിന്ന് മൈക്കുകളുടെ മുന്നിൽ വന്ന് പ്രതികരിക്കുന്നതൊക്കെ വളരെ അപൂർവ കാഴ്ചയായിരുന്നു. അതിന് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചു. പി.വി. അൻവറിന്റെ ഉദ്ദേശം ഇപ്പോൾ വ്യക്തമായെന്നും നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നുവെന്നും ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട് പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ തനിക്ക് വേവലാതി ഇല്ല എന്നായിരുന്നു 24-ലൂടെ ഉടനടി പി.വി. അൻവറിന്റെ മറുപടി. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെ സാവകാശമെടുത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദു താനാണെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ മറുപടിയുമായി ഡൽഹിയിൽ മാധ്യമങ്ങളുടെ മുന്നിലെത്തി. പി.വി. അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണതിൻ്റെ പിന്നിലെന്ന സംശയമുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടിക്കും LDF-നും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അൻവറിന്റെ ലക്ഷ്യം പാർട്ടിയും സർക്കാരും മാത്രമല്ല, മുന്നണി കൂടിയാണെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഘടകകക്ഷികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അൻവറിന്റെ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുന്നതിൽ CPI ഉൾപ്പെടെയുള്ളവർ ജാഗ്രത കാട്ടണമെന്ന സന്ദേശം. ഇപ്പോൾ പാർട്ടിക്കും LDF-നും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും വിശദമായി പറയാനുണ്ടെന്ന് വ്യക്തമാക്കുന്നതിലൂടെ പി.വി. അൻവറിന് മുന്നറിയിപ്പും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാകും. അതിനൊന്നും ഇപ്പോൾ വിശദീകരണമില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി 24-ലൂടെ തത്സമയം കണ്ട പി.വി. അൻവർ ഉടനടി മറുപടി നൽകി. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഇനിയും വസ്തുതയുണ്ടാവുമെന്ന് അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ടാവും. അതല്ല അദ്ദേഹം ഈ പറയുന്ന ADGP-യുടെ വാക്ക് കേട്ട് തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അതുകൊണ്ടാകാം. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എനിക്ക് വേവലാതിയില്ല. ഇതുവരെയുള്ള അടവുകളും നയങ്ങളും മാറ്റി പി.വി. അൻവറും പിണറായി വിജയനും നേർക്കുനേർ വരികയാണ്. ബലാബല പരീക്ഷണമല്ലെങ്കിലും ഈ പോരിലെ രാഷ്ട്രീയ നേട്ടം ആർക്കെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. 24 ഡൽഹി, മലപ്പുറം.
ഇപ്പോൾ PV അൻവറിന്റെ ഈ ആരോപണ സ്വരങ്ങൾ അത് സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുമെന്ന് പ്രതിപക്ഷം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവറിനെ ചേർത്ത് നിർത്തുന്നില്ല, പക്ഷേ PV അൻവർ പറയുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കും എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് നാളെ വൈകിട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്താനാണ് UDFന്റെ തീരുമാനം. ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിലും അൻവറിനെ മുന്നണിയിലേക്കോ പാർട്ടിയിലേക്കോ സ്വാഗതം ചെയ്യുന്നതിൽ നേതാക്കൾക്ക് വിമുഖതയാണ്. CPIM-ഉം മുഖ്യമന്ത്രിയും തുടർച്ചയായി PV അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് അൻവറിന്റെ ആരോപണങ്ങളെ പ്രതിപക്ഷം ഏറ്റെടുത്തത്. PV അൻവറിനെ ഒപ്പം നിർത്തുന്നതിൽ ചർച്ച നടത്തുമെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പൊളിറ്റിക്കൽ ഡിസിഷൻ നാച്ചുറലാണ്. അൻവർ എടുത്ത കോഴ്സാണ് പ്രധാനപ്പെട്ടത്. ആ കോഴ്സിനോട് യോജിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാമല്ലോ. അൻവർ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തോട് യോജിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് നിൽക്കാം. അൻവറിന് വ്യക്തിപരമായ പിന്തുണ നൽകണോ എന്ന കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. VS-നോട് കാണിക്കാത്ത ആനുകൂല്യം അൻവറിനോട് കാണിക്കുന്നു. സർക്കാരിന് അൻവറിനെ പേടിയെന്നും VD സതീശൻ. PV അൻവറിനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്യില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറയുമ്പോഴും ഭാവിയിൽ അൻവറുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഭാവിയിൽ എപ്പോഴെങ്കിലും PV അൻവറുമായി UDF മുസ്ലിം ലീഗോ സഹകരിക്കോ? ഞാൻ പറഞ്ഞല്ലോ, അതിന് പറയണമെങ്കിൽ എനിക്ക് കുറച്ച് കവടിയൊക്കെ കിട്ടണം, എന്നിട്ട് ആലോചിച്ച് പറയാം. ഗൗരവമുള്ള വിഷയമാണ് അൻവർ പറഞ്ഞതെന്നും പിണറായിയുടെ മുഖത്ത് നോക്കി ഇത്തരം കാര്യങ്ങൾ പറയാൻ മറ്റൊരാൾക്കും ധൈര്യമില്ലെന്നും KK രമ പറഞ്ഞു. എല്ലാ അഴിമതിയുടെയും പ്രഭവകേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അൻവറിന് പിന്നിൽ CPIM-ലെയും പുറത്തെയും പ്രബല ലോബികളാണെന്ന് ചെറിയാൻ ഫിലിപ്പും പ്രതികരിച്ചു. അൻവറിന്റെ ഗുരുതര ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. 24 മലപ്പുറം. അൻവറിന്റെ പ്രതികരണങ്ങളെ പറ്റി നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. കറക്കട പുറത്തുനിന്ന് നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് തോമസ് ജോർജ് പറഞ്ഞു. ഞങ്ങളോടല്ല, അൻവറിനോടാണെന്ന് കരുതുന്നു. അതെ, അങ്ങനത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒരുപാട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഗോപ്ര നമസ്കാരം എന്ന് വിക്രമൻ ഓയൂർ പറയുന്നുണ്ട്. ചേട്ടൻ അങ്ങനെ പുതിയൊരു അബ്രിവിയേഷൻ അതെ, പ്രാപ്രായ്ക്ക് പകരം ഇപ്പൊ ഗോപ്രയായി. പിന്നെന്താ, ലേഖാജയൻ പറഞ്ഞു ഗൂഗിൾ ചെറുതായിട്ടെങ്കിലും പാട്. പറ്റുമോ ഗൂഗിൾ? പാട്ടൊഴികെ ബാക്കി എന്തും ഞാൻ ശ്രമിക്കും. അത് മാത്രമില്ല. ഇന്നത്തെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഷെഫീർ മണ്ണാക്കാട് പറഞ്ഞിട്ടുണ്ട്, നല്ലതായിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ആ പാട്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി പാട്ട് ഇഷ്ടപ്പെട്ട് പാടിയതുകൊണ്ടായിരിക്കാം നന്നായി. ഞാനും ആസ്വദിച്ചു, പ്രേക്ഷകരും ആസ്വദിച്ചു എന്നാണ് കമന്റുകളും വരുന്നത്. അതോടൊപ്പം ഗൂഗിളിനെ പാട്ട് പഠിച്ചില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് മൂസക്കോയ പറയുന്നുണ്ട്. അപ്പോൾ മിനി ബാബു പറഞ്ഞു ഗൂഗിൾ വള്ളം കളിപ്പാട്ട് പാടിയാലും മതി. അപ്പോൾ എന്താ പവിത്രൻ പറയുന്നു എന്താ ഗൂഗിൾ എന്താ മൂളി കാറ്റിനുണ്ടൊരു കളിക്കുറുമ്പ്. എനിക്ക് ആ പാട്ട് മനസ്സിലായി. ഗൂഗിളിന്റെ പാട്ട് കേട്ടല്ലോ, മനസ്സിലായി, പക്ഷേ പാടാറിയത്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ, ഗുഡ് നൈറ്റ് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഈ രാത്രിയിൽ നമ്മൾ ഇത് പകൽ സംഭവിച്ച ഇന്ന് വൈകുന്നേരം വരെ വന്ന വാർത്തകളെല്ലാം അങ്ങനെ അടുക്കി പറക്കി എല്ലാം അറിഞ്ഞു പോകാനുള്ളൊരു യാത്രയാണ്. അതിനിടയിൽ പാട്ടും ചെറിയ കമൻറ്റും ഒക്കെയായി അങ്ങനെ കൂളായി പോകുന്നൊരു ബുള്ളറ്റിൻ. അപ്പോൾ അങ്ങനെ കൂളായിരിക്കുമ്പോഴാണ് ഇപ്പോൾ പെട്ടെന്നൊരു വാർത്ത. ഇടുക്കിയിൽ നിന്ന് വരുന്ന പൂപ്പാറയിൽ നിന്ന് ഇരുചക്ര വാഹന യാത്രികനെ ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ചു എന്ന വാർത്തയാണ്. പൂപ്പാറ സ്വദേശി വിഷ്ണുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അമിത വേഗത്തിലെത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അപകടശേഷം ജീപ്പ് നിർത്താതെ പോയി. CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഇതിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഈ മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ജീപ്പ്. അപ്പോഴാണ് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുന്നത്. ഇതിലെ വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ വ്യക്തമാണോ ഇതിൽ? പ്രവിത, ഈ ജീപ്പ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീപ്പ് ഡ്രൈവറുടെ അശ്രദ്ധമായ വാഹനം ഓടിക്കുന്ന രീതിയാണ് ഈ അപകടം ഉണ്ടാക്കാൻ കാരണമായത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്പസമയം മുമ്പാണ് അപകടം ഉണ്ടാകുന്നത്. പൂപ്പാറ ടൗണിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. ഈ ജീപ്പ് നിർത്താതെ പോകുന്നത് ചിന്നക്കാൽ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് പോലീസും ശാന്തൻബാർ പോലീസും ഈ പരിശോധനയുമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലംപറമ്പിൽ വിഷ്ണു എന്ന് പറയുന്ന പൂപ്പാറ സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മറ്റാശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് അറിയാനും കഴിഞ്ഞിരിക്കുന്നത്.
ശരി, എന്തായാലും ആ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വ്യക്തമായി കാണാം ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. ആ ജീപ്പ് ഓവർടേക്ക് ചെയ്തതാണ് ഈ അപകടത്തിന് കാരണമാകുന്നത്. അതോടൊപ്പം ആ മറുവശത്ത് നിന്ന് വരികയായിരുന്ന ആ ബൈക്കിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുമുള്ളത്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും എതിരെ വരുന്ന ആളുടെ കയ്യിൽ കൂടിയാണ് നമ്മുടെ ജീവനും ഒക്കെ ഇരിക്കുന്നത് എന്നുള്ള വ്യക്തമാക്കുന്നതാണ് ഈ അപകടം. പക്ഷേ നിർത്താതെ പോയതൊരു കടങ്കയായി പോയി. അതെ. ഇനി മറ്റൊരു വാർത്ത. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരിച്ച അർജുന്റെ മൃതദേഹവുമായി ആംബുലൻസ് കേരളത്തിലേക്ക് തിരിച്ചു. ശരീരം അർജുന്റേത് എന്ന DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചതോടെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത്. അർജുന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ലോറി ഉടമ മനാഫ് അർജുന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടു. ഷിരൂരിൽ നിന്ന് ഒടുവിൽ അർജുൻ മടങ്ങി. അർജുന്റെ ചേതനയേറ്റ ശരീരവുമായി ആംബുലൻസ് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. വൈകിട്ട് 3 മണിയോടെയാണ് DNA പരിശോധനയുടെ ഫലം കുടുംബത്തെ അറിയിച്ചത്. മറ്റു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി 6 മണിയോടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. കർണാടക സർക്കാർ ഏർപ്പാടാക്കിയ ആംബുലൻസിൽ മടക്കം ഷിരൂരിലെ ദുരന്ത ഭൂമിയും കടന്ന്. കാർവാർ MLA സതീഷ് കൃഷ്ണസേലും മൃതദേഹത്തോടൊപ്പം അർജുന്റെ വീട്ടിലേക്ക് എത്തും. കുടുംബത്തിനുള്ള സഹായധനം കൈമാറും. CM told me to hand over 5 lakhs rupees to his mother. And on behalf of our Karnataka government, I am also accompanying till the body reaches to their home. രാവിലെ ലോറി ഉടമ മനാഫ് കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടിരുന്നു. അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ മറ്റു 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും ഗംഗാവലിപ്പുഴയിൽ തുടരുന്നുണ്ട്. ജീവിതത്തിന്റെ വളയം പിടിച്ച് പലവട്ടം കടന്നുപോയ ഈ വഴിയിൽ ഇങ്ങനെയൊരു ഭാരത് ബെൻസ് ലോറി ബാക്കിയാക്കി അർജുൻ ഷിരൂരിൽ നിന്ന് മടങ്ങുകയാണ്. ഇനി കോടിക്കണക്കിന് മലയാളികളുടെ മനസ്സിൽ അർജുൻ ജീവിക്കും. ഷിരൂരിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അർജുൻ എന്നും ഒരു നോവായി മലയാളികളുടെ മനസ്സിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി മിഥില ബാലൻ അർജുന്റെ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. മിഥില, അർജുൻ സ്ഥിരം വരുന്ന റൂട്ടാണ്, മടങ്ങി വരുന്ന വഴിയിൽ. പക്ഷേ ഇത്തവണത്തെ മടക്കം എന്ന് പറയുന്നത് അത് നമുക്ക് ആലോചിക്കാനാവില്ല. കാത്തിരിക്കുന്നവർക്കൊക്കെ നൊമ്പരമാണ് ഉള്ളിൽ. എങ്ങനെയാണ് ഈ സംസ്കാര ചടങ്ങുകളും മറ്റ് ക്രമീകരണങ്ങളും ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്? ഗോകുൽ, പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തേങ്ങലിലാണ് ഇപ്പോൾ ഈ ഒരു കണ്ണാടിക്കൽ നാടുള്ളത്, ഒരു ഗ്രാമമുള്ളത്, അർജുൻ്റെ കൂട്ടുകാരുള്ളത്. ഇതാണ് അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്. ഇവിടെ പൊതുദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ്. അർജുൻ്റെ സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്. നാളെ പുലർച്ചെ 5 മണിക്കാണ് കോഴിക്കോട് ജില്ലാതിർത്തിയായ അഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൃതദേഹം ഏറ്റുവാങ്ങുക. പിന്നീട് അദ്ദേഹം ആ മൃതദേഹത്തെ അനുഗമിക്കും, അർജുൻ്റെ വീട്ടിലെത്തും. ശവസംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 6 മണിയോടെ പൂടാടിക്കുന്നിൽ വെച്ച് വിലാപയാത്ര ആരംഭിക്കും. പൂടാടിക്കുന്നിൽ നിന്ന് ആരംഭിക്കുന്ന വിലാപയാത്രയിൽ അർജുൻ്റെ സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർമാരാണ് വിലാപയാത്രയ്ക്ക് നേതൃത്വം നൽകുക. പിന്നീട് കണ്ണാടിക്കലെത്തും. കണ്ണാടിക്കലിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ, നാട്ടുകാർ, അർജുൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെ ഒരു നാടൊന്നാകെ വിലാപയാത്രയായി ഞാനിപ്പോൾ ഉള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട് വരെ വിലാപയാത്രയായി എത്തും. പിന്നീട് നിലവിലിപ്പോൾ 1 മണിക്കൂർ സമയമാണ് പൊതുദർശനത്തിന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തായിരിക്കും പൊതുദർശനം. അതിനായുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അർജുൻ്റെ കൂട്ടുകാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം കേരളക്കരയൊന്നാകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അർജുൻ്റെ വിയോഗ വാർത്ത, അല്ലെങ്കിൽ അർജുനെ കാണാതായതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇന്നലെയും ഇന്നുമായി ഈ ഒരു വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഇപ്പോഴും ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് 1 മണിക്കൂറാണ് പൊതുദർശനം. പക്ഷേ ആ ഒരു മണിക്കൂറിന് മുകളിൽ പോകാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത്. എന്തുതന്നെയായാലും ഇവിടെ എത്തുന്ന ആളുകൾക്ക് അർജുനെ കാണാനുള്ള ഒരു സമയം ഈ നാട്ടുകാരും വീട്ടുകാരും നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പൊതുദർശനം നീളും. നിലവിൽ 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ തൊട്ടടുത്ത്, വീടിൻ്റെ പിൻവശത്തായിട്ടാണ് സംസ്കാരത്തിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, അർജുനെ പറ്റി പറയുകയാണെങ്കിൽ
ഒരു നാടിൻ്റെ ഈ ഒരു എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ള ഒരാളാണ് അർജുൻ. വീട്ടിൻ്റെ അത്താണിയായിരുന്നു. 20-ാം വയസ്സിൽ വളയം പിടിച്ച് ജോലി തേടി വീടിൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം തലയിലേറ്റിക്കൊണ്ട് പോയ ഒരാൾ. അങ്ങനെയുള്ള നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട, വീട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളുടെ അന്ത്യയാത്രയ്ക്കായുള്ള ഒരു തയ്യാറെടുപ്പ്, ഏറ്റവും നല്ല ഉചിതമായ ഒരു അന്ത്യയാത്ര തന്നെ അർജുന് നൽകാനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ അർജുൻ്റെ വീട്ടിൽ, നാട്ടിൽ കൂട്ടുകാരും കുടുംബങ്ങളും എല്ലാവരും കേരളക്കരെ ഒന്നാകെ ഇപ്പോൾ നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ, പൊതുദർശനം നാളെ ഇവിടെയാണ്, അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ. ശരി, മിഥില ബാലനാണ് അർജുൻ്റെ കണ്ണാടിക്കലുള്ള വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വീട്ടിൽ ഇത്രയും നാൾ അർജുൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്നുള്ളതൊഴിച്ചാൽ അവിടെ ഒരു സങ്കടക്കടലായി മാറുകയാണ്. എന്തായാലും ആ പ്രദേശത്തുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്തായാലും അർജുൻ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും 72 നാൾ കാത്തിരുന്നവർ എത്ര പേരാണ് മലയാളികൾ. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ അർജുനെ വിട്ടോ, അല്ലെ അർജുൻ്റെ വിവരം എന്താണെന്ന് ചോദിക്കുന്നവരായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് പ്രതീക്ഷിച്ചതാണ്, ഇനിയൊരു ശുഭപ്രതീക്ഷ വേണ്ട എന്ന് മനസ്സിലാക്കിയതാണ്. ഒരു സമാധാനം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആചാരപ്രകാരം അല്ലെങ്കിൽ വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കാനാകുന്നു, വീട്ടുകാർക്ക് ഒരു ഉത്തരമാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ആശ്വാസവുമില്ല. എന്നാലും നാളെ രാവിലെ 6 മണിക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തത്സമയ വിവരങ്ങളുമായി 24 ഉണ്ടാകും. തീർച്ചയായും പുലർച്ചെ വിലാപയാത്ര എത്തുന്ന സമയം മുതൽ തന്നെ പുലർച്ചെ 5 മണി മുതൽ 24 തത്സമയം ആ വിലാപയാത്രയുടെ വിവരങ്ങൾ, ഒപ്പം കടന്നു വരുന്ന വഴിയിൽ കേരളം, മലയാളികൾ എങ്ങനെ അർജുൻ ഇവിടെ ചൊല്ലുമെന്നത് 24-ലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. സ്വാഭാവികമായും നാളെ രാവിലെ 5 മണി മുതൽ തന്നെ 24 തത്സമയം ദൃശ്യങ്ങളും വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിൽ കൂടുതൽ എംപോക്സ് കേസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എല്ലാ ജില്ലകളിലും കൂടുതൽ ഐസൊലേഷൻ സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ഒരാൾക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗം. കഴിഞ്ഞയാഴ്ച UAE-യിൽ നിന്നെത്തിയ എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗം കണ്ടെത്തിയത്. ഇയാൾ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവാവിന്റെ ആരോഗ്യനിലയിൽ ഗുരുതരമായ മറ്റു പ്രശ്നങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 28-29 വയസ്സുള്ള ഒരാളാണ്. വിദേശ രാജ്യത്ത് നിന്ന് രോഗലക്ഷണങ്ങളുമായിട്ട് എത്തിയ വ്യക്തിയാണ്. പക്ഷെ സ്റ്റേബിളാണ്. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. എംപോക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി മറ്റ് ജിനോമിക് സീക്വൻസിംഗ് ഒക്കെ അതിന്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നടക്കും. എംപോക്സിന്റെ പുതിയ വകഭേദമാണോ സ്ഥിരീകരിച്ചതെന്നറിയാൻ പരിശോധന നടത്തും. രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 2022-ലെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ. പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് ഉടൻ പുറത്തിറക്കും. കൂടുതൽ കേസുകളുണ്ടായാൽ ചികിത്സാ സൗകര്യമൊരുക്കാൻ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. മറ്റൊരു വാർത്ത. അന്വേഷണം ഊർജിതമെന്ന് പറയുമ്പോഴും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയാതെ അന്വേഷണ സംഘം. സിദ്ദിഖുമായി അടുപ്പമുള്ളവരെ ചോദ്യം ചെയ്യുകയോ മറ്റു വിവരശേഖരണത്തിന് ശ്രമിക്കാതെയുമാണ് അന്വേഷണ സംഘം കൊച്ചിയിൽ ചിലവഴിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് തീരുമാനം വരുന്നതുവരെ നടനെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന അന്വേഷണ സംഘത്തിന് ഉന്നതതല നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിനിടെ മുകേഷിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ നടിക്കെതിരായ പോക്സോ കേസിൽ കേരള പോലീസ് സംഘം ചെന്നൈയിലെത്തി കോയമ്പത്തൂരിലെ അപ്പാർട്ട്മെന്റിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. അത് വീണ്ടും നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നാൽ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് പ്രജിൻ എവിടെയെന്ന്. ധന്യ കുറച്ച് നേരമായി ചോദിക്കുന്നുണ്ട് പ്രജിൻ ചേട്ടൻ എവിടെയെന്ന്. പ്രജിൻ 2 ദിവസം ഒന്ന് വീട്ടിലിരിക്കാൻ വേണ്ടി, അതെ, നമ്മൾ ഈ 3 മാസമായിട്ട് അവധി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ രാത്രിയിൽ വന്ന് പ്രേക്ഷകർക്കായി ഈ ഷോ ചെയ്യാറുണ്ട്. അപ്പം ഈ 2 ദിവസം മാത്രമാണ് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള. പ്രജിൻ നാളെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തായാലും പ്രജിനെ കാത്തിരിക്കുന്നവർക്ക് നാളെ കാണാമെന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ മറ്റ് നിരവധി പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. ജോണി പറയുന്നു, ഈ വാർത്താവതാരകന്റെ ശബ്ദം മനോഹരം. സന്തോഷം. പക്ഷെ പാട്ടിന് കിട്ടില്ല കേട്ടോ. ഒപ്പം തന്നെ മിഥിലയുടെ റിപ്പോർട്ടിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. വിക്രമൻ, ഒരു മരണ വീട്ടിൽ പോയാൽ ഇങ്ങനെ വേണം റിപ്പോർട്ട് ചെയ്യാൻ എന്ന് പറയുന്നു. അതേപോലെ ഒരുപാട് പേര് അർജുന്റെ കാര്യത്തിൽ RIP ബ്രദർ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാം ആ നോവ് എത്രത്തോളമാണെന്നുള്ളത്. അത് അങ്ങനെ തീരാതോവായി നിൽക്കുകയും ചെയ്യുന്നു. പ്രിയങ്ക പ്രിയഞ്ചേട്ടനെയാണെന്ന് ചോദിക്കുന്നത്. ഇത് ശരിയല്ല കേട്ടോ. എവിടെ ഞങ്ങളുടെ ജൂനിയർ യേശുദാസ്? സാരമില്ല, പാട്ട് പഠിപ്പിച്ചെടുക്കാം
എന്ന് ഗോകുലിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. വല്ലാതെ പാടുപെടും. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ വാർത്തകളുമായി ബന്ധപ്പെട്ട ചില കമൻസ് കൂടി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഗോക്കി ടോക്സിലെ ഗോകുലാണോ ഇതെന്ന്? അതെന്താണ് ഗോക്കി ടോക്സ്? ഏതാ? ഗോകുലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്കൊരു ബന്ധമില്ല ഗോക്കി ടോക്സ് ആയിട്ട്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാനും കണ്ടു. വിഷ്ണു എന്നിന്റെ കമന്റ് ആണ് ഏതായാലും. പിന്നെ ദീപക് ധർമ്മടത്തെ ഒരു ദിവസം ദീപ്രയിൽ കൊണ്ടുവന്ന് ഹിന്ദി പാട്ട് പഠിപ്പിക്കണം. അതൊരു പക്ഷെ ചിലപ്പോൾ നടന്നേക്കും. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഉണ്ട്. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. നമ്മളുടെ ഗുഡ് നൈറ്റ് ഷോ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വർഗീസ് പറയുന്നു, നിങ്ങൾ പ്രേക്ഷകരുടെ മെസ്സേജ് വായിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. ഒന്നിനു പിറകെ ഒന്നായി വാർത്തകൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ ആ കമന്റ്സിലേക്ക് വരാത്തത്. വിജയൻ പറയുന്നുണ്ട്, പ്രജിൻ നാളെ വരില്ല, ധ്യാനം കൂടാൻ കന്യാകുമാരി വരെ പോകുന്നു എന്ന് പറയുന്നത് കേട്ടു. പ്രജിൻ ഇത് കേൾക്കുന്നുണ്ടാവും കേട്ടോ വിജയന്റെ ഈ കമന്റ്. ഒപ്പം തന്നെ അർജുനെ പറ്റിയിട്ട് ഒരുപാട് പ്രേക്ഷകർ വീണ്ടും പറയുന്നുണ്ട്. കാർവർ MLA കുറിച്ച് പറയണമെന്ന് സ്പോർട്സ് മീഡിയ എന്ന് പറയുന്ന ഐഡിയയിൽ നിന്ന് പറയുന്നത് നമ്മളായിട്ട് എടുത്തു പറയേണ്ടതില്ല. അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിച്ചു. അർജുന് വേണ്ടി എത്ര ഇനിഷ്യേറ്റീവ് എടുത്തു, എത്ര അദ്ദേഹത്തിന് ഒരു ഗുഡ് വിൽ തന്നെയാണ്. അവസാന യാത്രയിൽ അനുഗമിക്കുന്നുമുണ്ട്. ഡ്രഡ്ജറൊക്കെ എത്താൻ കാരണക്കാരായത് കാർവർ MLA സതീഷ് കൃഷ്ണസൈൽ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ട് നാളെ എത്തുന്നുണ്ട്. ഈ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് കോഴിക്കോട്ടേക്ക് വരുന്നുണ്ട്. അർജുന്റെ മാതാവിനെ കാണുന്നുണ്ട്, ആ കുടുംബത്തെ കാണുന്നുമുണ്ട് അദ്ദേഹം. അലൻ ടി മാത്യു പറയുന്നു, ഗോകുൽ പാട്ട് പാടിയില്ലെങ്കിൽ നാളെ വീട്ടിൽ നിന്നും പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് വരണം എന്ന്. വലിയ കഷ്ടപ്പാടാകും ചേട്ടാ. ഇപ്പൊ ഒരു വാർത്ത വരുന്നുണ്ട് ഗോകുൽ, നമുക്ക് അതിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സ്കൂളിന്റെ മതിലിടിഞ്ഞു വീണ് 2 മരണം, കുടുങ്ങിക്കിടന്ന 2 പേരെ രക്ഷപ്പെടുത്തി. വിനീത വിജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, ഇത് ദൃശ്യങ്ങൾ കാണുമ്പോൾ രാത്രിയിലാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നു. അവിടെ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ? ആ രക്ഷാപ്രവർത്തനം പൂർണ്ണമായോ? ഗോകുൽ, ഇന്ന് രാത്രിയോട്, അതായത് അല്പസമയം മുൻപാണ് ഈ അപകടമുണ്ടായത്. ഈ മതിൽ ഇടിഞ്ഞു വീണത്, അതായത് ശക്തമായ മഴയെ തുടർന്നാണ് ഈ സ്കൂൾ കെട്ടിടത്തിന്റെ മതിൽ, അതായത് ഈ മഹാരാജ ാണ് ഇങ്ങനെ ഇടിഞ്ഞു വീണത്. തുടർന്ന് 4 പേർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നു എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇതിൽ 2 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഉജ്ജയിൻ കളക്ടർ തന്നെയാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉജ്ജയിൻ കളക്ടർ നീരജ് കുമാർ സിംഗ് ആണ് അത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ, ഈ മതിൽക്കെട്ടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന 2 പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്തിനകം തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഈ മതിൽ ഇടിഞ്ഞു വീണ മതിൽക്കെട്ടിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവിടുന്ന് നീക്കുന്ന മറ്റു പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ഗൂഗിൾ, ശരി. ആ സങ്കട വാർത്ത വരുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നാണ്. കനത്ത മഴയെ തുടർന്നാണ് സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണത്. 4 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നാണ് വിനീത വിജി ഡൽഹിയിൽ നിന്ന് നൽകുന്ന വിവരം. അപ്പോ ഇനി നമ്മൾ ആവേശ കാഴ്ചകളിലേക്ക്. നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാം. നാളെയാണ് പുന്നമടയിൽ ജലമാമാങ്കം. അതെ, ആവേശ കൊടുമുടിയിലാണ് പുന്നമട കായാൽ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കാൻ മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു. അത് വള്ളംകളി സംഘങ്ങൾ, അതിന് ഈ തുഴച്ചിൽക്കാരെല്ലാം തയ്യാറെടുത്ത് ഇന്നവരുടെ റെസ്റ്റ് ഡേ ആയിരുന്നു. മാത്രമല്ല 24-ഉം സർവ്വസജ്ജമാണ്. നാളെ നമ്മുടെ SKനും വിജയകുമാറും ഹാഷ്മിയും ഒക്കെ അവിടെ നിന്നുണ്ടാകും. അപ്പം നമ്മുടെ മറ്റ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ റെഡിയല്ലേ നിങ്ങളും? അപ്പോൾ അടിപൊളി കാഴ്ചകൾ നാളെ. ആ വള്ളംകളിയുടെ ആവേശം ഒരു തുള്ളി ചോരാതെ നിങ്ങളിലേക്ക് എത്തിക്കും 24. ഒരു നാടിന്റെ ഹൃദയത്തുടിപ്പും ആവേശവും ഇതുപോലെ ഏറ്റുവാങ്ങുന്ന അവസരം ലോകത്തിൽ മറ്റൊന്നും ഉണ്ടാകില്ല. കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങൾ ഒന്നിച്ചണിനിരക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഓരോ വള്ളസമിതിയും വാനോളം പ്രതീക്ഷയിലുമാണ്. 100% ഞങ്ങൾക്ക് ഇപ്രാവശ്യം ജയം ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം 6 മൈക്രോ സെക്കൻഡിനാണ് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടതെങ്കിൽ ആ കപ്പ് തിരിച്ച് ഈ പ്രാവശ്യം പിടിക്കും. അതിന് വ്യക്തമായ രീതിയിലുള്ള പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതികാരത്തിലുപരി ഞങ്ങൾ ഈ കപ്പ് എടുക്കും. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പരിശീലനത്തിനും ഒടുവിൽ പുന്നമടയുടെ ഓളപ്പരിപ്പുകളെ കീറിമുറിച്ച് നെഹ്റു ട്രോഫിയിൽ ആര് മുത്തമിടുമെന്ന് കാണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്.
തുഴയുന്നവരുടെയും കാഴ്ചക്കാരുടെയും കണ്ണും കരളും ഒന്നിക്കുന്ന ആഹ്ലാദ നിമിഷങ്ങൾ. കരയും കായലും ഏറ്റുപിടിക്കുന്ന അപൂർവ അനുഭവം. ആയിരക്കണക്കിന് ആളുകളാണ് പുന്നമടക്കായലിന്റെ തീരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുക. ഇത്തവണ പുന്നമടയിൽ മുത്തമിടുക, നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക ചമ്പക്കുളം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അവർ. ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. അപ്പോൾ ആ വാക്കുകളിലെ വീറും വാശിയും നാളെ ഇനി വെള്ളത്തിൽ ഓളപ്പരപ്പിലാണ് തെളിയിക്കാൻ പോകുന്നത്. കൈക്കരുത്തിൻ്റെയോ മേക്കരുത്തിൻ്റെയോ വല്ലാത്തൊരു ആവേശമാണ് വള്ളംകളി. അപ്പോൾ എന്തായാലും 24-ലൂടെ തന്നെ പ്രേക്ഷകർക്ക് ആ തത്സമയ വിവരങ്ങൾ അറിയാം. ഒപ്പം ആ ആവേശക്കാഴ്ചകൾക്ക് മാറ്റുകൂട്ടാനായി നമ്മുടെ SKനും വിജയകുമാറും ഹാഷ്മിയൊക്കെ അവിടെ ഉണ്ട്. ഒപ്പം നമ്മുടെ വിപുലമായ ക്യാമറ ടീമും ആകാശ കാഴ്ചകൾ ഉൾപ്പെടെ ആകാശ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിക്കൊണ്ട് ആ ആവേശം ആ ആരവം എല്ലാം നിങ്ങളിലേക്ക് അതേപടി എത്തും. ഇനി IPL താരലേലവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. അതായത് ഈ IPL മത്സരം എങ്ങനെയാണോ അതുപോലെ തന്നെ ഏറെ ആകാംക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന ഒന്നാണ് ഈ താരലേലം, അല്ലെ? IPL മെഗാ താരലേലത്തിന് മുന്നോടിയായി 5 താരങ്ങളെ നിലനിർത്താൻ ടീമുകളെ അനുവദിച്ചേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം റൈറ്റ് ടു മാച്ച് സമ്പ്രദായം ഇത്തവണയും ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. IPL മത്സരങ്ങളെപ്പോലെ വീറും വാശിയും നിറഞ്ഞതാണ് താരലേലങ്ങളും. കളത്തിൽ 2 ടീമുകളാണ് മുഖാമുഖം വരുന്നതെങ്കിൽ താരലേലത്തിൽ 10 ടീമുകൾ തമ്മിലാണ് മത്സരം. IPL 18ാം പതിപ്പിന് മുന്നോടിയായുള്ള താരലേലം നവംബറിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മെഗാ താരലേലമാണ് ഇത്തവണ. അതായത് ടീമുകൾക്ക് നിലനിർത്താൻ കഴിയുന്ന താരങ്ങളുടെ എണ്ണത്തിൽ പരിധിയുണ്ട്. ബാക്കി താരങ്ങളെല്ലാം ലേലത്തിനെത്തും. മെഗാ താരലേലം ചില ടീമുകൾക്ക് നേട്ടമാണ്, മറ്റ് ചില ടീമുകൾക്ക് കനത്ത തിരിച്ചടിയും. കാരണം കാലാകാലങ്ങളായി കെട്ടിപ്പടുത്ത ടീമിനെയാകും ചിലപ്പോൾ അവർക്ക് നഷ്ടമാവുക. എത്ര താരങ്ങളെ നിലനിർത്താനാവും എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ BCCI ടീം ഉടമകളുടെ യോഗം വിളിച്ചിരുന്നു. 8 താരങ്ങളെ വരെ നിലനിർത്താൻ അനുവദിക്കണമെന്ന് ചില ടീമുകൾ ആവശ്യപ്പെട്ടു. 2 വരെ മതി എന്ന് പറഞ്ഞ ടീമുകളുമുണ്ട്. ഒടുവിൽ 5 താരങ്ങളെ വരെ നിലനിർത്താമെന്ന തീരുമാനത്തിൽ BCCI എത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. 2022-ലായിരുന്നു അവസാനമായി മെഗാ താരലേലം നടന്നത്. അന്ന് നിലനിർത്താവുന്ന താരങ്ങളുടെ പരമാവധി എണ്ണം 4 ആയിരുന്നു. അത് ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അന്ന് 2 വിദേശ താരങ്ങളെ വരെ നിലനിർത്താമെന്നതായിരുന്നു നിയമം. ഇത്തവണ അത് എത്രയാവും എന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട്. അതേസമയം റൈറ്റ് ടു മാച്ച് സമ്പ്രദായം ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് മറ്റൊരു വിവരം. ഒരു ഫ്രാഞ്ചൈസി ലേലത്തിൽ സ്വന്തമാക്കിയ താരത്തെ ലേലം കൊണ്ട തുക നൽകി ആ കളിക്കാരന്റെ നിലവിലെ ടീമിന് തിരിച്ചുപിടിക്കാൻ കഴിയുന്നതാണ് RTM വ്യവസ്ഥ. ഈ രീതിയോട് മിക്ക ഫ്രാഞ്ചൈസികളും എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ആരാധകർ ആകാംക്ഷയിലാണ് എത്ര താരങ്ങളെ ടീമുകൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്നതിൽ. അതുപോലെ തന്നെ ആരെയൊക്കെയാകും നിലനിർത്തുക എന്നതിലും. ഏറ്റവും ആകാംക്ഷ രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുമോ എന്നതിൽ തന്നെയാണ്. അതെ, അപ്പോൾ അനിൽ വാസുദേവ് പറഞ്ഞതുപോലെ ഈ താരലേലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഏതൊക്കെ താരങ്ങൾ, പ്രത്യേകിച്ച് ലേലം എന്ന് പറയുന്നത് എത്ര കോടികൾക്കാണ് വരുന്നത് എന്നുള്ളതുമാണ് ആകാംക്ഷ കൂട്ടുന്ന മറ്റൊരു കാര്യം കൂടി നമ്മുടെ ഒരു കണ്ണിൽപ്പെടും. അപ്പോൾ അങ്ങനെ IPL-ന്റെ ഈ സീസണും ആവേശഭരിതമാകും. IPL ഇങ്ങനെ സീസൺ കഴിയുന്നോറും ആവേശം കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് കുറയുന്നുണ്ടെങ്കിൽ പോലും ഈ ലേലമൊക്കെ വലിയ ആകാംക്ഷ തന്നെയാണ്. സൂസമ്മ പറയുന്നു, നിങ്ങളുടെ ഷോ സൂപ്പറാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. എന്താ ഇന്ന് പാട് എന്ന് അലി മേപ്പാടി പറയുന്നുണ്ട്. അപ്പം ഗോകുലിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞു ഗോകുലിന് മൂക്കടഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് മാത്രമാണ് ഗോകുല് പാടാത്തതെന്നാണ് നാളെ വള്ളംകളിക്ക് ചുക്ക് കാപ്പി എടുക്കാൻ പോകുന്നുണ്ടെന്ന്. സന്തോഷം. നമ്മുടെ ടീം അങ്ങനെ തൊണ്ടമുട്ടുവാർ ഉച്ചത്തിൽ വരുമ്പോൾ അവർക്കൊപ്പം ചുക്കാപ്പി ഇല്ലെങ്കിലും ആവേശമായി നിങ്ങളൊപ്പം കൂടെ ഉണ്ടാവണം. വള്ളംകളിക്ക് കാണാനെത്തുന്ന പ്രേക്ഷകരെല്ലാവരും 24-നൊപ്പം കൂടണം. 24-ന്റെ പവലിയനിലേക്ക് പ്രേക്ഷകരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക. അപ്പം റീന സതീശൻ പറയുന്നുണ്ട്, ഗൂഗിൾ പ്രവി സതീശേട്ടന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ, നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സതീശൻ.
അങ്ങനെ നമ്മൾ ഗുഡ് നൈറ്റ് ഷോ അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഒരു കമന്റിൽ ആരിഫ് എ പി കളത്തൂർ പറയുന്നു, വയനാടിനെ മറന്നോ? വയനാടിന്റെ കണ്ണീരിൽ എല്ലാവരും ഒന്നിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്, ഇനിയും പോകണം. സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് വയനാടിനെ മറക്കാനാകില്ല. അപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആകട്ടെ അല്ലേ? അതെ, വയനാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന 24 ഇനിഷ്യേറ്റീവ്, 24 കണക്റ്റിന്റെ ഇനിഷ്യേറ്റീവ് അത് തുടരുന്നുണ്ട്. അതിന്റെ സഹായങ്ങൾ അത് പ്രഖ്യാപിച്ച ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് 24 എന്ന നിലയിൽ തുടരുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളും മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ അതിൻ്റെ മുറയ്ക്ക് അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വയനാടിൻ്റെ ഒരു റിപ്പോർട്ടിലേക്കാണ്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാൻ സാധിക്കാത്തത് വയനാടിന് വെല്ലുവിളിയാണ്. വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് 900 കണ്ടി. ഈ പ്രദേശത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നത് ഒട്ടനവധി കുടുംബങ്ങളാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ തൊട്ടു പിന്നാലെ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവർ 900 കണ്ടിയിലെ ജീപ്പ് ഡ്രൈവർമാർ. അവരിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ദുരന്തത്തിന് പിന്നാലെ ആദ്യം പാഞ്ഞെത്തിയവരിൽ ഇവരുണ്ട്. 900 കണ്ടിയിലെ ജീപ്പ് ഡ്രൈവർമാർ. രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം ഇവരിലൂടെയായിരുന്നു. ജീപ്പ് ഡ്രൈവർമാരായിരുന്ന മഹേഷും ബഷീറും ലെനിനും ലത്തീഫും മഹാദുരന്തത്തിന്റെ ഇരകളാണ്. ദുരന്തകാലത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചൂരൽമലയും മുണ്ടക്കൈയും ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളും. പലയിടങ്ങളിലും എസ്റ്റേറ്റുകൾ അടക്കമുള്ള തൊഴിലിടങ്ങൾ തുറന്നു. എന്നിട്ടും 900 കണ്ടി എന്ന ടൂറിസം കേന്ദ്രം തുറക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ഇപ്പോൾ എസ്റ്റേറ്റ് തുറന്നു, പ്ലാന്റേഷൻ തുറന്നു, മറ്റുള്ള ഭാഗങ്ങളൊക്കെ തുറന്നു. ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ ഇതും ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. വളരെ പെട്ടെന്ന് സർക്കാർ സംവിധാനം ഇടപെട്ടിട്ട് ഞങ്ങളെ കാര്യങ്ങൾ നോക്കി ഞങ്ങൾക്കൊരു ജീവിതമാർഗം വളരെ പെട്ടെന്ന് റെഡിയാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദുരന്തത്തിന്റെ പരോക്ഷ ഇരകളാണ് ഈ മനുഷ്യരിൽ പലരും. 300ഓളം ജീപ്പുകൾ ഇവിടെ ഓടുന്നുണ്ട്. ലോണുകളുടെ തിരിച്ചടവ് ഉൾപ്പെടെയുള്ള ബാധ്യതകളുണ്ട് പലർക്കും. മൊറട്ടോറിയ പരിധിയിൽ ഇവരില്ല. സർക്കാർ സഹായങ്ങളുടെ, സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങളുടെ പരിധിയിലൊന്നും ഇവരില്ല. ഈ പ്രദേശത്തെ ടൂറിസത്തെ ആശ്രയിച്ച് മാത്രം തൊഴിലെടുക്കുന്ന കച്ചവടക്കാർ, റിസോർട്ട് ജീവനക്കാർ, അങ്ങനെ എത്രയോ പേർ പ്രതിസന്ധിയിലാണ്. ജില്ലാ ഭരണകൂടത്തിനും പഞ്ചായത്തിനും MLAക്കും ബഹുമാനപ്പെട്ട മിനിസ്റ്ററിനും കളക്ടർക്കും എല്ലാം ഞങ്ങൾ നിവേദനം കൊടുക്കുകയും അടിയന്തരമായി ഞങ്ങൾക്കൊരു ജീവിതമാർഗത്തിനുള്ളത് ഉപാധിയായി ഇത് തുറന്നു തരണമെന്ന് ഞങ്ങൾ ഒരുപാട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ട് വയനാട് ജില്ല ടൂറിസം പ്രൊമോട്ട് ചെയ്യണമെന്ന് അധികാരി വിഭാഗങ്ങളെല്ലാം പറയുമ്പോഴും ഇത് തുറക്കാനുള്ള നടപടി എടുക്കാതെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രകസനത്തിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് മുതൽ കലക്ടർ വരെ, ടൂറിസം, റവന്യൂ മന്ത്രിമാർ വരെ നിവേദനങ്ങൾ അനവധി നൽകിയിട്ടും നടപടിയില്ലാത്തതിന്റെ നിരാശ ഇവർക്കുണ്ട്. വയനാട് അതിജീവിക്കാൻ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണം. ഉയരുന്ന ആവശ്യം ഇതുമാത്രമാണ്. ഈ നാട് സ്വാഭാവികതയിലേക്ക് മടങ്ങി വരണമെങ്കിൽ 900 കണ്ടി ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണം. അതിനുവേണ്ടി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വയനാട്ടുകാർക്ക് ഇനി തിരികെ എത്തണമെങ്കിൽ, അതായത് അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഉപാധി എന്ന് പറയുന്നത് പ്രധാന ജീവിതമാർഗം ടൂറിസം തന്നെയാണ്. സാധ്യതകൾ ഇനി ടൂറിസത്തിലാണ്. അതിന്റെ നിയന്ത്രണങ്ങളൊക്കെ പതുക്കെ നീക്കി അവരുടെ ജീവിതം പഴയ ട്രാക്കിലേക്ക് വരണം. അപ്പോൾ ഒരുപാട് പേരുടെ കമന്റുകളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കമന്റ് വായിക്കാൻ സമയം കിട്ടില്ല. കുറേ വാർത്തകൾ വന്നുകൊണ്ടാണ് പല വാർത്തകളും ഈ രാത്രിയിൽ സംഭവിച്ചു. രാജീവ് ചോദിക്കുന്നുണ്ട്, ഗോകുൽ ഒരു ആക്ടർ ആകാൻ ആഗ്രഹിച്ച ആളല്ലേ? ഏതെങ്കിലും ഫേമസ് ആയ സിനിമാ ഡയലോഗ് പറയാമോ? ഉദാഹരണത്തിന് ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ, അതെങ്കിലും ഒന്ന് പറയോ? അത് നമുക്കറിയാം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, പോരേട്ടാ. അപ്പോൾ ഇത്രയൊക്കെ പറ്റുള്ളൂ. മിമിക്രി അറിയില്ല ഏട്ടാ. അപ്പോൾ ഹലോ നമസ്കാരം. നിങ്ങളുടെ പ്രോഗ്രാം യൂറോപ്പിലിരുന്ന് ഒഴിവ് കിട്ടുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ പരമാവധി സമയം നമ്മുടെ പരിപാടികൾ കാണുക, 24-നൊപ്പം ചേരുക. അതെ, അവസാനമായി ഒരു ചോദ്യം കൂടി തോമസ് കുട്ടിക്കാലഞ്ഞൂർ ചോദിക്കുന്നുണ്ട്, സത്യം പറ ഗോകുൽ പാടുമോ? സത്യമായിട്ടും തോമസ് കുട്ടിച്ചേട്ടനാടെ ഞാൻ പാടില്ല. അതെ, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം ഇനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരുടെ സെഗ്മെന്റ്സും എല്ലാമായി നമ്മൾ നാളെ രാത്രി വരും. നാളെ പ്രജൻ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സുഖനിദ്ര നേരുന്നു. ഗുഡ് നൈറ്റ്.